നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് അത് മാത്രം. പാവം, മാഡം തിരിച്ചറിയുന്നില്ലല്ലോ ഇത് യഥാർത്ഥ സ്നേഹമല്ലെന്ന്. ഇത്ര നല്ല കാര്യം ഉണ്ടായിട്ടും രാജുന്റെ മുഖം എന്താ ഇങ്ങനെ? പ്രതാപനും രാജുവും തമ്മിലുള്ള ബന്ധം തകർക്കണം. അവനെ ഇവിടുന്ന് തുരത്തണം. അതിനുള്ള തന്ത്ര ആദ്യം മെനയേണ്ടത്. അതമ്മ എനിക്ക് വിട്ടേക്ക്. രാജുവിനേക്കാൾ നല്ലവനാണ് ഞാനെന്ന് അമ്മാവനെ കൊണ്ട് തോന്നിപ്പിച്ചാ പോരെ? അത് ഞാൻ ഏറ്റു. എന്നിട്ട് ഋതുവിനെയും കെട്ടി അവളുടെ പേരിലിരിക്കുന്ന സ്വത്ത് മുഴുവൻ എന്റെ പേരിലാക്കി ഞാനൊരു വെലസ്. അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. നടക്കും അമ്മേ. അമ്മ കണ്ട സ്വപ്നം മുഴുവൻ ഈ മകൻ സാധിച്ചു തരും. അതെന്റെ കടമയാ. ഞാനത് ചെയ്യും. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. അമ്മയിരുന്നോ? അമ്മാവന് ഞാൻ വിളമ്പി കൊടുത്തോളാം. വേണ്ട വേണ്ട, പ്രതാപനെ ഞാൻ എടുത്തു കൊടുക്കുന്നതാ ഇഷ്ടം. പിന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ ഇവന് 3-4 മാസത്തെ സമയമെടുക്കും. അത്രയും കാലം ദീപക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ. നിനക്ക് വിരോധമില്ലെങ്കിലേ ഇവനും നിന്റെ കൂടെ കൂടിക്കോട്ടെ. രാഷ്ട്രീയത്തിൽ നിനക്കൊരു സഹായവും ആവും, ഇവനൊരു പരിശീലനം ആവുകയും ചെയ്യും. വെള്ളം എടുക്ക. വേഗം കൊണ്ടുവാ. അച്ഛാ, വെള്ളം. മോളെ പോവാണോ? കഴിച്ചിട്ട് പോ. വേണ്ട ചെറിയമ്മേ, എന്റെ വയറ് നിറഞ്ഞു. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനെന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റൂ. ഇന്നീ വീട്ടിലെ പായസം വയ്ക്കണം യാമിനി. അതെന്തിനാ? ശരിയാണല്ലോ. അതെന്തിനാ അമ്മേ? നീ കണ്ടില്ലേ ഋതിക മോളുടെ കയ്യിന്ന് പ്രതാപം വെള്ളം മാച്ചു കുടിച്ചത്? ഇത്രയും കാലം അച്ഛന്റെയും മോളുടെ ഇടയ്ക്ക് നിന്ന വഴക്കാ ഇപ്പൊ തീർന്നത്. അത് നമുക്ക് ആഘോഷിക്കണ്ടേ? അല്ലേ പ്രതാപ? എനിക്ക് അവളോടുള്ള ദേഷ്യം മാറി ആരാ പറഞ്ഞത്? എനിക്കപ്പ വെള്ളം വേണമായിരുന്നു. അവളുടെ സ്ഥാനത്ത് ആര് തന്നിരുന്നാലും ഞാൻ വെള്ളം വാങ്ങി കുടിച്ചനെ. അല്ല, അപ്പോ നിന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോട് ദേഷ്യം തന്നെയാ? അതെ, അത് മാറില്ല ഒരിക്കലും. രാജു, വളരെ പ്രധാനപ്പെട്ട ഫയലാ ഇതൊക്കെ. നീ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. ഓക്കെ സർ. അമ്മാവ, ഇതൊക്കെ എന്തിനാ രാജുവിനെ ഏൽപ്പിക്കുന്നത്? ഞാൻ സൂക്ഷിച്ചു വെക്കാലോ. മോനെ ദീപക്കെ, നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കുപറ്റാൻ വരണ്ടെന്ന്. ഈ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ രാജുവിന് മാത്രമേ പറ്റൂ. നിനക്കൊരിക്കലും അത് സാധിക്കില്ല. രാജു. സർ. ചെല്ല്. ശരി സർ.
രാജു. ഈ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്റെ കാരണം എന്നറിയാലോ, ഞാൻ കൊടുത്ത വെള്ളം അച്ഛൻ വാങ്ങി കുടിച്ചു. എന്നോട് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എങ്ങനെ ചെയ്യോ? അതിനർത്ഥം എന്താ? അധികം വൈകാതെ ഞാൻ അച്ഛന്റെ പ്രിയപ്പെട്ട മകളായി മാറാൻ പോകുന്നു എന്നല്ലേ? എന്റെ ഈ സന്തോഷം കണ്ടിട്ട് രാജുന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? രാജും കൂടി സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എനിക്കറിയാം രാജുന്റെ മനസ്സിൽ എന്താണെന്ന്. അച്ഛൻ അങ്ങനെ പെരുമാറുമെന്ന് രാജുവിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാ രാജു. വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. അച്ഛന്റെ ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് അത് മാത്രം. പാവം മാഡം തിരിച്ചറിയുന്നില്ലല്ലോ ഇത് യഥാർത്ഥ സ്നേഹം അല്ലെന്ന്. ഇത്ര നല്ല കാര്യം ഉണ്ടായിട്ടും രാജുന്റെ മുഖം എന്താ ഇങ്ങനെ? ഹലോ, ആ അതെ രാജുവാ. ആ ഞാനൊന്ന് ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അതെ, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തുപറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? നാളൊരിക്കൽ ഋതുവിന് കിട്ടേണ്ട സകല സ്ഥാനമാനങ്ങളും അംബിക ചേച്ചി കൈക്കലാക്കാനാ സാധ്യത. എനിക്കറിയാല്ല അംബിക ചേച്ചി നടത്തുന്ന പോര് എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാന്? ഒന്നും കണ്ടില്ല കേട്ടില്ല നടിക്കാനേ നമുക്ക് പറ്റൂ. അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? പ്രതാപേട്ടന്റെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഏട്ടത്തമ്മയുടെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്കറിയാം അവളുടെ വിഷമം. നീ അവളെ നന്നായി നോക്കിയാൽ മതി. തൽക്കാലം നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. വലിയ കേക്കാണല്ലോ വാങ്ങിയിരിക്കുന്നെ. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാനത്ത് നിൽക്കുന്ന അമ്പിളിയമ്മാവന് വേണമെന്ന് പറഞ്ഞാലും അതും ഞാൻ പിടിച്ചോണ്ടെന്ന് കൊടുക്കും. ഈ കേക്ക് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാ. വില ഞാൻ നോക്കിയില്ല. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് വാങ്ങുന്ന കേക്കല്ലേ, അത് വളരെ പ്രത്യേകത ഉള്ളതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് വേറൊരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ആ അതിനെന്താ, ഞാൻ മോളെ വിളിക്കാലോ. രമ്യേ, മോളെ രമ്യേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മോളെ ആദ്യം കേക്ക് കെട്ടേ. എന്തിനാ ഇപ്പൊ തന്നെ ഇതൊക്കെ ചെയ്യുന്നേ? രാജു വരണം, എന്നെ വിഷ് ചെയ്യണം, എങ്കിലും ഞാൻ കേക്ക് കെട്ടിയു. എന്റെ മോന് ഇവളുടെ കേക്ക് കട്ടിയാനൊന്നും വരാൻ പോണില്ല. അവനൊരു കേക്ക് കട്ട് ചെയ്യുന്നെങ്കിൽ അത് അവന്റെ രാജകുമാരിയുടെ ബർത്ത്ഡേക്ക് വാങ്ങുന്ന കേക്ക് മാത്രമേ അവൻ കട്ട് ചെയ്യൂ. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും ഒക്കെ കേൾക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.